എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന പിങ്കിയുടെ പ്ലാനുകളെല്ലാം തകർന്നടിയാണ്. പിങ്കിയുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോവാ. കാരണം ഇനി ഒരിക്കലും നന്ദ ഇങ്ങോട്ട് വരത്തില്ല, ഇന്ത്യവരത്തിലേക്ക് വരത്തില്ല. തന്റെ സാമ്രാജ്യം തന്നെ ഇവിടെ നിന്ന് കരുതിയിരുന്ന പിങ്കിക്കിട്ട് 8ന്റെ പണിയായിട്ട് ഗൗതം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഇന്ത്യവരത്തിൽ നിന്ന് ഇറങ്ങിയ നന്ദയ്ക്ക് വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അപകടം സംഭവിച്ച നന്ദയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഗൗതം ചെല്ലുവാണ്. ഈ സമയത്ത് ചുറ്റും കുറെ ആൾക്കാർ കൂടെ നിൽക്കുന്നുണ്ട്. നന്ദയുടെ വീഡിയോ ഇതിനോടകം വൈറലായിരുന്നു. നന്ദ തന്റെ ജീവൻ പണയപ്പെടുത്തി ഒരു സ്ത്രീയുടെ കുഞ്ഞിന്റെ 2 ജീവനാണ് നന്ദ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ നന്ദ വലിയ ഹീറോയിനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൗതം അടുത്ത് ചെന്നപ്പോൾ നന്ദയ്ക്ക് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഗൗതം സാറിന് തന്നെ വേണ്ട, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞിട്ടാണ് താൻ അവിടുന്ന് പോയത്. അപ്പൊ ഗൗതം അടുത്ത് നിന്നിട്ട് നന്ദയോട് സോറി ഇട്ടോന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നന്ദയുടെ മനസ്സിനെ അത് തണുപ്പിച്ചില്ല. നന്ദ പറഞ്ഞു, ഇനിയിപ്പോ സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഗൗതം സാറിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല എന്നറിയാലോ, എന്നോട് ക്ഷമിക്കുക. ആ സമയത്ത് എൻ്റെ ഒരു വെപ്രാളം വേവലാദ്യം കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ, എൻ്റെ ഭാഗത്തെ തെറ്റ്, നന്ദയുടെ ഭാഗത്ത് തെറ്റില്ല. അതെനിക്ക് മനസ്സിലാക്കാനായിട്ട് അധികം വൈകി. ഞാൻ നമ്പ്യാർ സാറ് പറഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞേ ആ സെമിനാറിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്റേണൽ മാർക്ക് കിട്ടുന്നായിരുന്നു, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റില്ലായിരുന്നൊക്കെ. എനിക്ക് എന്നോടൊരു വാക്ക് പറയാൻ മേലായിരുന്നോ. നന്ദ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ. ഗൗതം സാറിന് ആ സമയത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ലായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ എന്ന് പറയാം. നന്ദ പറഞ്ഞു, വേണ്ട, ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഗൗതം സാറിന് മിക്കവാറും പിന്നെ ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇനി ഇങ്ങനെയൊക്കെ എന്നെ ഇറക്കി വിടാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഒരാഴ്ചത്തെ എന്നോട് ക്ഷമിക്കും. ഞാൻ നന്ദയുടെ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ അതൊന്നും ഓർത്തില്ല. ആകെപ്പാടെ മാനസികമായിട്ട് കുറെ ടെൻഷനുകൾ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ നന്ദയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ. അതുകൊണ്ടാ എന്നോട് ക്ഷമിക്കാൻ പറയാം. ഈ സമയത്ത് നന്ദയുടെ 2 കണ്ണും നിറഞ്ഞൊഴുക. ചുറ്റിനും ബാക്കി ആൾക്കാരൊക്കെ നിൽക്കുവാണ്. നന്ദ കരയുന്നുണ്ട്. പറഞ്ഞു, കരയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം പതുക്കെ ആ കൈയെടുത്ത് ഉമ്മ കൊടുക്കുകയാണ്. അപ്പൊ ചുറ്റും നിന്നവരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. കാരണം എല്ലാവർക്കും മനസ്സിലായി അവിടെ തമ്മിലുള്ള പ്രണയം എത്രമാത്രം ആഴത്തിലുള്ളതെന്ന്. നമ്പ്യാർ സാറ് ഗൗതത്തിന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്താ, നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലായ്മയല്ല, സ്നേഹം കൂടിപ്പോയതാ. ഒരാൾക്ക് മറ്റൊരാളോട് അതിയായ സ്നേഹമാണ്, അത്രയ്ക്ക് സ്നേഹമാണ്. പരസ്പരം ഒരു ജീവിതം തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഒരാൾക്ക് ഒരാളെ പിരിഞ്ഞഴിക്കാൻ പറ്റാത്ത പോലെ സ്നേഹമാണ്. പക്ഷെ വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സിലായ്മ. ഗൗതത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഈഗോ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നമ്പ്യാർ സാർ പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്താ, നന്ദേനെ പോലൊരു പെൺകുട്ടി അവൾ ഒരു കാരണവശാലും വിട്ടുകളയില്ല. അവൾ നല്ല മനസ്സിന്റെ ഉടമയാണ്. നല്ല മനസ്സിന്റെ ഉടമയായതുകൊണ്ടാണല്ലോ സ്വന്തം ജീവൻ പണയപ്പെടുത്തി 2 ജീവനുകളെ രക്ഷിച്ചേ. പിന്നീട് ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലെന്ന് ചോദിക്കണം. ഇല്ല ഡോക്ടർ എന്ന് പറയണം. അങ്ങനെയാണ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ ഡോക്ടർ അത് പറഞ്ഞിട്ട് പോയി. പിന്നീട് ചുറ്റും കൂടിയിരുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗൗതം പറഞ്ഞു, കുറച്ചു നേരം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആയിക്കും, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഇനി അങ്ങോട്ട് വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയാണ്. ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിന് ഇനി സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. ഗൗതം പറഞ്ഞു, അങ്ങനെ പറയരുത്, അറിയാലോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരു പക്ഷേങ്കിൽ ഈ കുറച്ച് നിമിഷങ്ങൾ ഞാൻ അനുഭവിച്ച വേദന അത് പുറത്ത് പറയാൻ പാടില്ലാത്ത വേദനയാ. അത്രമാത്രം വേദന ഞാൻ അനുഭവിച്ചു, അറിയാവോ. ഒരു പക്ഷെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ ഞാനും ഓടിക്കാനും. കാരണം അത്രയ്ക്ക് ഞാൻ തീ തിന്നൊരവസ്ഥയിലായിരുന്നു പറയാം. ഈ സമയത്ത് ഇന്ത്യവരത്തിലാണെങ്കിൽ ബഹുവിശേഷം നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും കൂടെ നന്ദേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ലക്ഷ്മിയമ്മ കരച്ചിലോട് കരച്ചിലിരുന്നു. അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ട് പോയതല്ലേ. എവിടെയാന്ന് ആറ് കണ്ടു, ഇനിയിപ്പൊ ആരുടെയും കൂടെ പോയതാന്ന് ആർക്കറിയാം എന്നൊക്കെ അരുന്ധതി പറയണം. ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, അടുത്ത് വേണ്ടാത്ത വർത്താനങ്ങളൊന്നും പറയരുത്, നന്ദമോളെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാം. പിന്നെ പറയല്ലേ പോലും. അല്ലെങ്കിലും അവൾക്ക് ഇന്ത്യവരത്തിലേക്ക് വരാനുള്ള വല്ല യോഗ്യത ഉണ്ടായിരുന്നു? യോഗ്യത ഇല്ലാത്തതിനെയൊക്കെ പിടിച്ച് അകത്ത് കയറ്റി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. തന്നിഷ്ടക്കാരി അവള് വന്ന് അന്ന് മുതൽ തുടങ്ങിയതാന്ന് പറയാം. അർജുൻ ഇതൊക്കെ ഇട്ട് ദേഷ്യം വന്നു. അർജുൻ പറഞ്ഞു, വല്യമ്മ എന്താ പറയണമെന്നറിയാവോ? പറയണ എന്താന്ന് നന്നായിട്ടറിയാം. നിനക്ക് അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയത്തില്ലാത്തോണ്ട് അർജുൻ, നീ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. അർജുൻ പറഞ്ഞു, അതിന് ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ഒരു യുഗം മുഴുവൻ വേണമെന്നൊന്നുമില്ല. കുറച്ച് ദിവസം അയാളുമായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പം അവരുടെ മനസ്സ് ഏകദേശം നമുക്ക് പിടികിട്ടും. ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുമല്ലേ. പിങ്കി പറഞ്ഞു, ഇനി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. പിന്നെ എന്നെക്കാളും പ്രാധാന്യം ഇപ്പം അർജുന്റെ മനസ്സിൽ നന്ദയ്ക്കാം. പെങ്ങളുടെ സ്ഥാനം കൊടുത്തു വെച്ചിരിക്കുകയല്ലേ ചോദിക്കുക. അതെ, അതിനെന്താ കുഴപ്പം പിങ്കി?
പിങ്കി പറഞ്ഞു എല്ലാത്തിനും കാരണം അവൾ ഒരുത്തിയ, അവൾ എങ്ങോട്ടാ പോയെന്ന് ആര് കണ്ടു? ഇനിയിപ്പൊ ഗൗതം അന്വേഷിച്ച് ചെല്ലുമ്പോ അവള് വേറെ എങ്ങോട്ടായാലും ആണ് പോയെങ്കിലോ? ഇനി അത് മതി നാട് നീളെ പാട്ടാവാനായിട്ട്. ഇനിയിപ്പൊ ഇന്ത്യവരത്തിൽ നിന്ന് ഇറക്കി വിട്ടെന്നായിരിക്കും അടുത്ത എല്ലാരും പറഞ്ഞുകൊണ്ട് നടക്കാൻ പോണെന്ന് പറയാ. ലക്ഷ്മിയമ്മ ഈ സമയത്തിരുന്ന് കരയാ. അർജുൻ പറഞ്ഞു അതെ ലക്ഷ്മിയമ്മ കരയൊന്നും വേണ്ട, ഗൗതമ്പേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നന്ദേടത്തിനെയും കൂടെ തിരികെ വരുള്ളൂ, ധൈര്യമായിട്ടിരിക്കുക, കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ പറയാം. പക്ഷേങ്കിൽ അതൊന്നും കേട്ടിട്ട് ലക്ഷ്മിയമ്മയുടെ മനസ്സ് നടത്തില്ല. ഈ സമയം അർജുൻ പറഞ്ഞു ലക്ഷ്മിയമ്മ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. വേണ്ട എനിക്ക് ഫുഡൊന്നും വേണ്ട, ഇനി നന്ദമോള് വന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും എൻ്റെ തൊണ്ടേന്ന് താഴേക്ക് ഇറങ്ങത്തുള്ളൂ. കാരണം എനിക്ക് എൻ്റെ മോളെ കാണണം. എനിക്ക് അവളെ അറിയാം, അവൾ അത്രയ്ക്ക് പാവാ, അവളുടെ സ്വഭാവം നല്ല, അത് ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. പക്ഷെങ്കിൽ ആർക്കും അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ മടിയാന്ന് പറയാം. അത് പിങ്കിനെ ഉദ്ദേശിച്ചിട്ടൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത്. പിങ്കിയുടെ കട്ടക്കലിപ്പിലും എൻ്റെ ഭഗവാനെ അവളൊന്ന് തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ വരാതിരിക്കണം തൻ്റെ സാമ്രാജ്യം ഇത്. ഈ സമയം മോഹിനി പറഞ്ഞു അല്ലെങ്കിലും ഇത്രയും കാലം അവിടെ നന്ദി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവൾ എന്ന് എന്തൊക്കെ ചെയ്തോ അത് ഈ കുടുംബത്തിന് ദോഷമായിട്ടാ വന്നിട്ടുള്ളൂ. ഈ സമയം അർജുൻ പറഞ്ഞു അങ്ങനെ പറയരുത് ചെറിയമ്മ, ചെറിയമ്മ എന്തുദ്ദേശിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ പറയണേ? ഞാനിങ്ങോട്ട് വരാൻ കാരണക്കാർ തന്നെ ആരാ? നന്ദേടത്തി ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വരില്ലായിരുന്നു. പിന്നെ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ തന്നിഷ്ടക്കാരിയൊക്കെയാണ്. നിങ്ങൾ എല്ലാവരും എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? നന്ദേടത്തി ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ വേറൊരു ചീത്ത കാര്യത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്ത് കണ്ടില്ലെന്ന് പറയണം. ഈ സമയത്താണ് മഹേശ്വരൻ അങ്ങോട്ട് വരുന്നത്. മഹേശ്വരൻ അങ്ങോട്ട് നിന്നിട്ട് അല്ല ഈ ഫോണിനകത്തൊരു വീഡിയോ വന്നു പറയണേ. ഫോണിനകത്ത് വീഡിയോ? അതിന്റെ വീഡിയോ? അതെ നന്ദനെ കുറിച്ചുള്ള വീഡിയോ എന്ന് പറയണേ. പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്നും ആകാംക്ഷാഭരിതരായി. വീഡിയോ എന്താന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നോക്കുവാണ്. നന്ദ ബസ്സിൽ നിന്ന് വീഴുന്ന ആ വീഡിയോ കാണിക്കുവാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനിത് എന്ത് പറ്റി? ദൈവമേ അവൾക്ക് എന്തേലും ആപത്ത്, ആകെപ്പാടെ ടെൻഷനായി. ഈ സമയം അർജുൻ പറഞ്ഞു എല്ലാത്തിനും കാരണം ഗൗതമേണ്ട നന്ദേട്ടനെ ഇവിടുന്ന് ഇറക്കി വിട്ടോണ്ട, അല്ലെ ഇങ്ങനെ എന്തേലും സംഭവിക്കുമായിരുന്നോ? അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അരുന്ധതി വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ സമയം മഹേശനും പറഞ്ഞു വീഡിയോ എന്താണെങ്കിലും വൈറലായിക്കൊണ്ടിരിക്കുക, വലിയ ഹെഡിങ്ങോട് കൂടി സോഷ്യൽ മീഡിയ പ്രചരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. പിങ്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നന്ദ വീണ്ടും ഹീറോ ആയിട്ട് മാറുവാണ് എല്ലാവരുടെയും മനസ്സിൽ. ഈ സമയത്ത് അർജുനോട് പറഞ്ഞു മോനെ അർജുൻ നീ ഒന്ന് വിളിച്ചു നോക്ക് ഗൗതമിനെ, അവൻ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, നന്ദമോൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അവൾ എവിടെയാ എന്താണെന്നും അറിയത്തില്ല, ഏത് ഹോസ്പിറ്റലാണെന്ന് പോലും അറിയത്തില്ല, എനിക്ക് നന്ദമോളെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയാം. ഈ സമയം അർജുൻ പറഞ്ഞു അതെ ഒന്ന് ചില സമാധാനമായിട്ടിരിക്കുക അമ്മായി, ഞാൻ വിളിച്ചു ഗൗതമേട്ടനെ വിളിച്ചു നോക്കാം, സമാധാനമായിട്ടിരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ നന്ദ എടുത്ത് കൊണ്ടാ, നന്ദ എവിടെയാണെങ്കിലും ഞാൻ അവിടെ അങ്ങോട്ട് കൊണ്ടാകാമെന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് അർജുൻ പോയി ഫോൺ എടുത്തിട്ട് ഗൗതത്തിനെ വിളിക്കുകയാണ്. അങ്ങനെ 2-3 തവണ ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ല. ഗൗതമേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, ഒരു കുറച്ച് സമയം കൂടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് നന്ദേനെ ഡിസ്ചാർജ് ചെയ്തായിരുന്നു ഡോക്ടർ. കുഴപ്പമില്ല, നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഇനി പോകാന്ന് പറഞ്ഞു. പിന്നെ തലകറക്കോ അങ്ങനെ ഛർദി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്കാനും കൂടെ എടുത്ത് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആ വീഴ്ചയിൽ എന്തെങ്കിലും തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. കൈയുടെ എല്ലാം നല്ല തൊലി പോയി നല്ല പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ആ വീഴ്ചതായ ബുദ്ധിമുട്ടുകളും നന്ദയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ നന്ദ ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണം. പക്ഷെ നന്ദ ആദ്യം അംഗീകരിച്ചില്ല, വേണ്ട ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയണം. പിന്നീട് ഗൗതം പറഞ്ഞു ഞാനല്ലേ വിളിക്കുന്നേ, ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ, ഇനി ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല, നന്ദ ഇല്ലാതെ എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല, വരാനൊക്കെ പറഞ്ഞ് അവസാനം നന്ദനെ ഒരുമാതിരി പറഞ്ഞൊന്ന് മയപ്പെടുത്തി എടുക്കുകയാണ്. അങ്ങനെ ഇന്ത്യവരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാണ്ട് ഇറങ്ങുകയാണ്. ഈ സമയം നന്ദ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്നവര് നന്ദയുടെ അടുത്തേക്ക് ഓടി വരുവാണ്. എന്നിട്ട് ആ ജീവൻ രക്ഷിച്ച വീഡിയോ എല്ലാവരുടെ ഫോണിൽ കൂടെ വൈറലായിട്ടുണ്ടായിരുന്നല്ലോ, നന്ദനെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഗൗതത്തിനും ഭയങ്കര സന്തോഷമായി. നന്ദയുടെ കൂടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും തുടങ്ങി. അങ്ങനെ നന്ദ ഒരു ചെറിയൊരു ഹീറോയിനായിട്ട് മാറുകയാണ്. അങ്ങനെ നന്ദേരം കുട്ടി ഗൗതം വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്തും വീട്ടിലെ ചർച്ചകളൊന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഗൗതത്തിന്റെ വരവ്. ഗൗതം വരുന്നതുകൊണ്ടും പെട്ടെന്ന് ലക്ഷ്മിയമ്മ ഓടിച്ചിണ്ടിച്ചു ഗൗതം നന്ദമോൾ എന്തിയേ, അവൾക്ക് എന്ത് പറ്റി, എനിക്ക് അവളെ കാണണം എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് പിങ്കി പറഞ്ഞു ഒരുപക്ഷെ ഗൗതം കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്ന് പറയാണ്. അപ്പോഴാണ് അവർ നോക്കിക്കഴിയുമ്പോഴത്തേനും നന്ദ അങ്ങോട്ട് കയറി വരുന്ന കണ്ട. ഈ കാഴ്ച കണ്ടതും പിങ്കി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി. പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നന്ദനെ വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. ഇനിയിപ്പോൾ അവളാ പോയ വഴി പോയി അങ്ങനെ ചിന്താഗതിയായിരുന്നു. പക്ഷെ ഗൗതം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഓർത്തില്ല. നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയമ്മ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ മോളേന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുക. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ആകെപ്പാടെ പേടിച്ചു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാ മോളെന്ന് പറഞ്ഞു കൊണ്ട് ഇരുത്തുവാണ്. പക്ഷെ അരുന്ധതിയുടെ മുഖമൊക്കെ കടന്നല കുത്തിയ പോലെ ഇരിക്കണേ ഈ സമയത്ത്. ഈ കാഴ്ച ഒട്ടും പ്രതീക്ഷയല്ല. കാരണം നന്ദയ്ക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നോ, വീണ്ടും ഗൗതം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്നോ അവളുടെ സ്വപ്നത്തിൽ പോലെ ഉണ്ടായിരുന്ന കാര്യമല്ലായിരുന്നല്ലോ. പിന്നീട്
അരുന്ധതി നന്ദനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, അതെ വല്യമ്മേ, വെറുതെ നന്ദനെ ഇനി കുറ്റപ്പെടുത്തണ്ട. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം അവൾ ആ സെമിനാർ അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവളുടെ ഇന്റേണൽ മാർക്ക് കുറയായിരുന്നു. അതുകൊണ്ട് മാത്രം അവൾ പോയത്. പക്ഷെങ്കിൽ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ കുറ്റപ്പെടുത്തിയത്. തെറ്റ് എന്റെ ഭാഗത്താന്ന് പറയാണ്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞത്തിന് പിങ്കി ആകെപ്പാടെ തകർന്ന് തരിപ്പണായിപ്പോയി. പിങ്കിയുടെ മനസ്സിലെ ആ കൊട്ടാരമൊക്കെ തകർന്നടിഞ്ഞു പോയി. കാരണം നന്ദ പോയിട്ടാണെങ്കിൽ ഗൗതത്തിന്റെ മനസ്സിൽ ഇടം നേടാം, അങ്ങനെ ഒരു പ്രതീക്ഷയോടെയായിരുന്നു പിങ്കി കാത്തിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാം കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.